പരിശുദ്ധമ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരിൽ വന്ന് സാക്ഷ്യം പറയാൻ എന്നെ അനുഗ്രഹിച്ചതിനോർത്ത് ഞാൻ നന്ദി പറയുന്നു. അമ്മയുടെ പ്രത്യേക സാക്ഷിയാക്കിയതിനും സാക്ഷ്യം പറയാനാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. എൻ്റെ പേര് അക്വിൻ ആൻ്റണി. ഞാൻ സെൻറ്റ് മേരീസ് ഫോറേൻ ചർച്ച് ചേർത്തലയിൽ നിന്ന് വരുന്നു. ഞാൻ ഉടമ്പടിയെക്കുറിച്ച് അറിയാനായിട്ട് ഇടവന്നത് ഞാൻ BEd പഠിക്കുന്ന 2022-24 കാലഘട്ടത്തിൽ എൻ്റെ കൂടെ പഠിച്ച കൂട്ടുകാരിൽ നിന്നാണ്. അതുകൂടാതെ തന്നെ എൻ്റെ അമ്മയും ഉടമ്പടി എടുത്തായിരുന്നു. അതും എനിക്കൊരു പ്രചോദനമായിരുന്നു ഈ ഉടമ്പടി എടുക്കാനായിട്ട്. 2022-24 വർഷങ്ങളിൽ ഞാൻ BEd പാസ്സായതാണ്. അത് കഴിഞ്ഞിട്ട് 5 പ്രാവശ്യം ഞാൻ കേറ്ററ്റ് എക്സാം എഴുതി. 2025 സെപ്റ്റംബർ 29-ാം തീയതിയാണ് ഞാൻ ഉടമ്പടി ആദ്യമായിട്ട് എടുത്തത്. ഉടമ്പടി എടുത്ത് 1 മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് കേറ്ററ്റ് കാറ്റഗറി 3 പാസ്സാകാനായിട്ട് സാധിച്ചു. ആദ്യത്തെ ഉടമ്പടിയിൽ എനിക്ക് കാറ്റഗറി 2 പാസ്സാകാനായിട്ട് സാധിച്ചു. 4th അറ്റംപ്റ്റിലാണ് അത് പാസ്സായത്. അമ്മയുടെ ഉടമ്പടിയിൽ എനിക്ക് പാസ്സാകാനായിട്ട് സാധിച്ചു. അത് കഴിഞ്ഞിട്ട് അമ്മയായിട്ട് മൂന്നാമത്തെ ഉടമ്പടി ചെയ്തപ്പോൾ എനിക്ക് കേറ്ററ്റ് കാറ്റഗറി 2 അമ്മയുടെ സഹായത്താലും അമ്മയുടെ ഉടമ്പടിയുടെ സഹായത്താലും എനിക്ക് പാസ്സാകാനായിട്ട് സാധിച്ചു. സ്വന്തമായിട്ട് ഉടമ്പടി എടുത്തപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഒത്തിരി മാറ്റങ്ങൾ സംഭവിക്കാനായിട്ട് ഇടവന്നു. ഇപ്പോൾ സോഷ്യൽ മീഡിയ ഉപയോഗമാണെങ്കിലും മറ്റ് കാര്യങ്ങളാണെങ്കിലും കൂട്ടുകാരുമായിട്ട് ഇടപഴകുമ്പോഴാണെങ്കിലും വിശുദ്ധിയോടെയും വിജ്ഞാനത്തോടെയും അവരോട് സംസാരിക്കാനും മാതാവിനെക്കുറിച്ച് പറയാനും കൃപാസനം മാതാവിൻ്റെ സാക്ഷ്യങ്ങൾ അവരിലേക്ക് എത്തിച്ച് അവരെ കൂടുതൽ ആഴപ്പെടുത്താനും എൻ്റെ കൂടെ പഠിച്ച മറ്റു കുട്ടികളെ കൃപാസനത്തിലേക്ക് കൊണ്ടുവരാനും കൃപാസനത്തിൽ മാതാവിനെക്കുറിച്ച് കൂടുതൽ അവരെ അറിയിക്കാനും അറിഞ്ഞവരെ ആഴപ്പെടുത്താനുമായിട്ട് എനിക്ക് സാധിച്ചു അമ്മയുടെ സഹായത്താൽ. പിന്നെ അമ്മയുടെ സ്ഥിരവസ്തുക്കൾ ഉപയോഗിച്ചതിലൂടെയുള്ള കിട്ടിയ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളും പ്രധാനപ്പെട്ട ഓരോ കാര്യങ്ങൾ നടക്കുമ്പോഴും അമ്മയുടെ ഉടമ്പടി തൈലം ഞാൻ നെറ്റിയിൽ കുരിശ് വരച്ചും പിന്നെ സംസാരിക്കണ മേഖലയിലാണെങ്കിൽ അത് എൻ്റെ നാവിൽ പെരുട്ടിയിട്ടാണ് ഞാൻ പോകുന്നത്. ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോകുമ്പോഴും പറയേണ്ട മേഖലയിൽ പോകുന്ന സ്ഥലത്ത് പറയേണ്ട സാഹചര്യമാണെങ്കിൽ എൻ്റെ നാവിൽ ഉടമ്പടി തൈലം പെരുട്ടിയിട്ട് പോവും. അതുപോലെ തന്നെ കൃപാസനത്തിൽ നിന്ന് കിട്ടുന്ന വിശുദ്ധമായ തേൻ ഞാൻ നാവിൽ പെരുട്ടിയിട്ടാണ് പോയി സംസാരിക്കുകയും അവിടെ പ്രവർത്തിക്കുകയും ചെയ്യുന്നത്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ പിന്നെ റിസൾട്ടിൻ്റെ കാര്യം പറഞ്ഞാൽ എൻ്റെ കഴിവിനാലല്ല, അമ്മയുടെ സഹായത്താലും നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന രീതിയിലാണ്. ഞാൻ 5 പ്രാവശ്യം എഴുതി എന്ന് പറയുമ്പോൾ ആ 4 പ്രാവശ്യം എഴുതിയതും എൻ്റെ കഴിവിനിൽ ആശ്രയിച്ചും കൊണ്ട് മാത്രമാണ്. പക്ഷേ 5ാമത്തെ പ്രാവശ്യം ഞാൻ എഴുതിയത് എൻ്റെ കഴിവിനെ ആശ്രയിച്ച് മാത്രമല്ല, അതുകൂടാതെ ഉടമ്പടിയിൽ പ്രത്യാശ അർപ്പിച്ചുകൊണ്ടും അമ്മ എന്നെ സഹായിക്കുമെന്ന ഉറപ്പായ വിശ്വാസം ഞാൻ കാത്തു സൂക്ഷിച്ചുകൊണ്ടാണ് പോയി എഴുതിയ എക്സാം എന്ന് പറയുമ്പോൾ ഇച്ചിരി ടഫൊക്കെ ആയിരുന്നു. എന്നാലും ഞാൻ അത് വിശുദ്ധ വസ്തുക്കളൊക്കെ ഉപയോഗിച്ച് എഴുതി. OMR ഷീറ്റിൽ വിശുദ്ധമായ തൈലം കുരിശ് വരച്ച് അടയാളപ്പെടുത്തിയിട്ടാണ് ഞാൻ സബ്മിറ്റ് ചെയ്തത്. പിന്നെ ഉപ്പാണെങ്കിലും ഞാൻ എൻ്റെ പോക്കറ്റിൽ കരുതിക്കൊണ്ടാണ് പോയത്. പിന്നെ ആദ്യത്തെ എൻ്റെ ഉടമ്പടിയിലൊരു വാഹനം വേണമെന്ന്, ഒരു കാറ് വാങ്ങിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അത് ഞാൻ ഉടമ്പടിയിൽ എഴുതി, പക്ഷേ ഞാൻ വീട്ടിൽ പറഞ്ഞൊന്നുമില്ലായിരുന്നു. സെപ്റ്റംബറിൽ ആദ്യത്തെ ഉടമ്പടി എടുത്ത് നവംബർ ആയപ്പോൾ പപ്പയ്ക്കൊരു കാറ് വാങ്ങണമെന്ന് ആഗ്രഹം വന്നു. അങ്ങനെ വാങ്ങി. അത് ഒരു കാറ് വാങ്ങി എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ടല്ല, മറിച്ച് എൻ്റെ പപ്പേനും അമ്മേനും കൊണ്ടുപോകാനും എന്തെങ്കിലുമൊക്കെ ഒരു ആവശ്യം വരുമ്പം എല്ലാ കുടുംബമായിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഞാനത് ആവശ്യപ്പെട്ടത്. അത് അമ്മയോട് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചത്, ഉടമ്പടി എടുത്തതും. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുമ്പോൾ പത്രം ഞാൻ എല്ലാ വീടുകളിലും കൊണ്ടുപോയി കൊടുക്കും. വെറുതെ അല്ല കൊണ്ടുപോയി കൊടുക്കുന്നത്. ഓരോ പത്രത്തിലും വിശുദ്ധമായ തൈലം കുരിശ് വരച്ച് ഓരോ പേജിലും ഓരോ പത്രവും മറിച്ച് വിശ്വാസ പ്രമാണം, ഓരോ പത്രം ആദ്യം തൊട്ട് അവസാനം വരെ വിശ്വാസ പ്രമാണം ചൊല്ലി മറിച്ച് പ്രാർത്ഥിച്ച് ഇത് കിട്ടുന്നവർക്ക് അനുഭവപ്പെടണം
മാതാവിനെ അറിയണം, അറിഞ്ഞവർ മാതാവിൽ ആഴപ്പെടണം, അറിയാത്തവർ കൃപാസനം മാതാവിനെ അറിയണം എന്നൊരു വിശ്വാസത്തിലും പ്രത്യാശയിലാണ് ഞാനത് എല്ലായിടത്തും കൊണ്ടുപോയി ഓരോ വീടുകളിലും നടന്നു കൊണ്ടുപോയും സൈക്കിളിലും കൊണ്ടുപോയി കൊടുത്തത്. അതിലൂടെ ഒരു വീട്ടിലെ ഒരപ്പനും അമ്മയും ഈശോയിൽ നിന്ന് അകന്ന് ജീവിക്കുമായിരുന്നു. അപ്പോൾ അവരെ ഈശോയിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാനും കൃപാസന മാതാവിനെക്കുറിച്ച് അവരിൽ ഒരു ബോധ്യം വരുത്താനും എനിക്ക് സാധിച്ചു. പിന്നെ എക്സാമിന് പോയത് ഞാൻ കാശുരൂപം എൻ്റെ കഴുത്തിൽ ധരിച്ചുകൊണ്ടാണ് പോയത്. ആത്മീയ ജീവിതത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഡെയിലി കുർബാനയ്ക്ക് പോകും. ആ കുർബാനയിൽ വിശുദ്ധിയോടെയും ശ്രദ്ധയോടെയും പങ്കെടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അത് ഉടമ്പടി എടുത്തതിലൂടെയാണ് ശ്രദ്ധയോടെയും വിശ്വാസത്തോടെയും പ്രത്യാശയോടെയും കുർബാനയിൽ പങ്കെടുക്കാനായിട്ട് സാധിച്ചത്. പിന്നെ കൊന്തയെക്കുറിച്ച് പറഞ്ഞാൽ ഡെയിലി ഞാനൊരു പേഴ്സണലായിട്ടൊരു കൊന്ത ചൊല്ലും. അതുകൂടാതെ തന്നെ കുടുംബ പ്രാർത്ഥനയിൽ സജീവമായിട്ട് ശ്രദ്ധയോടെ പങ്കെടുക്കാനായിട്ട് ഉടമ്പടി എടുത്തതിലൂടെ എനിക്ക് സാധിക്കുന്നുണ്ട്. പിന്നെ ഡെയിലി ബ്രെഡ്, അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് ഞാൻ എല്ലാ ദിവസവും കൂടും. പിന്നെ രാവിലത്തെ പ്രാർത്ഥനയും സായാഹ്ന പ്രാർത്ഥനയും ഞാൻ മെഴുകുതിരി കത്തിച്ചു വെച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി വിശ്വാസത്തോടെ ഞാൻ പങ്കെടുക്കും. പിന്നെ റിസൾട്ട് നോക്കിയതെന്ന് പറയുന്നത് ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി നീലത്തിരിയുടെയും പച്ചത്തിരിയുടെയും നടുവിൽ എൻ്റെ മൊബൈൽ വെച്ച് ഉപ്പിട്ട് കൃപാസനം തൈലം പെരട്ടി കൃപാസനം ഉപ്പ് വിശ്വാസ പ്രമാണം ചൊല്ലി മൊബൈൽ സ്ക്രീനിലിട്ടാണ് ഞാൻ റിസൾട്ട് നോക്കിയത്. പിന്നെ കിട്ടിയ മാർക്കെന്ന് പറഞ്ഞാൽ ഞാൻ എക്സാം എഴുതാൻ പോകുന്നതിന് മുമ്പ് തന്നെ ഞാൻ കൃപാസനം മാതാവിനോട് ചോദിച്ചായിരുന്നു എനിക്ക് 93 മാർക്ക് വേണമെന്ന്. റിസൾട്ട് വന്നപ്പോൾ എനിക്ക് കിട്ടിയ മാർക്കും 93 തന്നെ കിട്ടി. ജയിക്കാനായിട്ട് 92 മതി. അമ്മ അഡീഷണൽ 1 മാർക്കും കൂടെ എനിക്ക് തന്നു, അനുഗ്രഹിച്ചു. ഇത്രയും അനുഗ്രഹം എൻ്റെ ജീവിതത്തിൽ തന്ന കൃപാസന മാതാവിന് ഒരു കോടി നന്ദി പറഞ്ഞുകൊണ്ട് ഈ ഒരു ഉടമ്പടിയിൽ ഞാൻ ജീവിതകാലം മുഴുവൻ അമ്മയുടെ സാക്ഷിയായി നോട്ട് ബൈ മെറിറ്റ് മഡ് ബൈ ഗ്രേസ് എന്ന രീതിയിൽ എൻ്റെ കഴിവിൽ ആശ്രയിക്കാതെ അമ്മയിൽ ആശ്രയിച്ചുകൊണ്ട് ഇനിയുള്ള ജീവിതം നയിക്കാൻ എനിക്കിടവരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പിന്നെ എൻ്റെ ഒരു പ്രശ്നമായിരുന്നു സംസാരിക്കാനായിട്ടൊരു ബുദ്ധിമുട്ട്. ഇപ്പം ഞാൻ പഠിച്ച മേഖല എന്നുള്ള BEd ആണ്, ടീച്ചിങ് ആണ്. അപ്പം പ്രധാനപ്പെട്ടതായിട്ട് സംസാരിക്കുന്നതിനാണല്ലോ കാര്യം. അപ്പം അതിനൊരു ബുദ്ധിമുട്ട് എനിക്കുണ്ടായിരുന്നു. എനിക്ക് ചില സമയത്ത് ടെൻഷൻ കയറുമ്പോൾ എനിക്ക് വിക്ക് പോലെ ചെറുതായിട്ട് വരും. അപ്പോൾ അത് ഒരു ബുദ്ധിമുട്ടായിരുന്നു. അത് ഞാൻ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുകയും ഉടമ്പടി തൈലവും ഉടമ്പടി ഉപ്പും പിന്നെ വിശുദ്ധമായ തേനൊക്കെ എൻ്റെ നാവിൽ പെരട്ടി പ്രാർത്ഥിച്ചതിലൂടെ അതും കൃപാസന മാതാവ് എൻ്റെ ജീവിതത്തിൽ ഓരോ പ്രശ്നങ്ങളും പോരായ്മകളും എടുത്തു മാറ്റി എൻ്റെ ജീവിതത്തിൽ കൂടുതൽ വിശുദ്ധിയും അഭിഷേകവും കൃപയും കൊണ്ട് നിറച്ചുകൊണ്ടിരിക്കുകയാണ്. കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. ഞങ്ങൾ സന്തോഷിക്കുന്നു. നെഗേമിലെ ജലപ്രവാഹം എന്ന പോലെ കർത്താവെ ഞങ്ങളുടെ ഐശ്വര്യം പുനഃസ്ഥാപിക്കണമേ. സങ്കീർത്തനം 126 3-4 വചനങ്ങളാണ്. ദൈവം വൻ കാര്യങ്ങൾ ചെയ്യുന്ന ദൈവമാണ്. ആ വൻ കാര്യങ്ങൾ ചെയ്യുന്ന ആ ദൈവത്തിന് നന്ദി പറയുകയാണ്. അനുഗ്രഹങ്ങൾക്കും നന്ദി. ചെയ്ത കാര്യങ്ങൾക്ക് നെഗേമിലെ ജലപ്രവാഹം പോലെ എന്ന പോലെയാണ് കർത്താവിനോട് നമ്മുടെ ഐശ്വര്യം പുനഃസ്ഥാപിക്കണമേ എന്ന് ഓരോ മക്കളും പ്രാർത്ഥിക്കുന്നത്. ഉടമ്പടിയിൽ നെഗേമിലെ ജലപ്രവാഹം എന്ന പോലെ തന്നെയാണ് വരണ്ട ഭൂമിയിൽ കൂടെ യാത്ര ചെയ്യുമ്പോൾ ഒരുപക്ഷെ പരീക്ഷകളാവാം, ഇൻ്റർവ്യൂകളാവാം, കുടുംബ പ്രശ്നങ്ങളാവാം, പ്രതിസന്ധികളാവാം, എന്തു തന്നെ ആയാലും ആ മരുഭൂമിയിൽ ജലപ്രവാഹം എന്ന പോലെയാണ് ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ ഈശോയും അമ്മയും അനുഗ്രഹങ്ങൾ വർഷിക്കുന്നത്. മരുഭൂമിയിൽ പെട്ടെന്ന് വെള്ളം ഒഴുകി വരുന്ന പോലെ ദൈവം അപ്രത്യക്ഷമായി അനുഗ്രഹം നൽകുന്ന ഒരു വലിയ ഒരു പദ്ധതിയാണ് ഉടമ്പടി. ഇന്ന് ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ വരേണ്ട ദിവസങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ കണ്ണീരോടെ കരഞ്ഞു വിലാപത്തോടെ വരുമ്പോൾ, അമ്മയുടെ സന്നിധിയിൽ വരുമ്പോൾ
നെഗേമിലെ ജലപ്രവാഹം എന്ന പോലെയാണ്. ആ വരണ്ട നിലയിൽ നിന്ന് നമ്മെ ഉയർത്തുന്ന ഒരു ദൈവമാണ്, നമ്മെ സംരക്ഷിക്കുന്ന ഒരമ്മയാണ് കൃപാസനം അമ്മ. പ്രത്യാശ നഷ്ടപ്പെട്ട സമയങ്ങളിലും ദൈവം ജീവിതം പുതുക്കാൻ കഴിവുള്ളവനാണെന്നുള്ളൊരു ഉറപ്പാണ് ഉടമ്പടിയിൽ നമുക്ക് ലഭിക്കുന്നത്. അക്വീൻ ആൻ്റണി എന്ന മകൻ്റെ സാക്ഷ്യത്തിൽ അക്വീനും ഒരുപക്ഷെ വരണ്ട മരുഭൂമിയിലൂടെ ഒരു യാത്രയായിരുന്നു. 4 പ്രാവശ്യം കേറ്ററ്റ് എക്സാം എഴുതി, പ്രതീക്ഷകളൊക്കെ നഷ്ടപ്പെടുന്ന സമയം പോലെ 3 പ്രാവശ്യം എഴുതി പാസ്സായില്ല. 4ാമത്തെ പ്രാവശ്യം അമ്മയെ ഉടമ്പടി എടുത്തു. അമ്മ ഉടമ്പടിയിൽ നിയോഗമായി സമർപ്പിച്ചു. അവിടെ ഒരു പേപ്പർ കിട്ടി, പിന്നീട് ഒരു കാറ്റഗറി 2 കിട്ടി. പിന്നീട് അക്വീന് തന്നെ മനസ്സിലായി ഇനി ഉടമ്പടി എടുക്കാതെ രക്ഷയില്ല. 5ാമത്തെ പ്രാവശ്യം കേറ്ററ്റ് എക്സാമിന് പോയപ്പോൾ അക്വീൻ ഉടമ്പടി എടുത്തു. നേർച്ച വസ്തുക്കളായ ഉടമ്പടി കാശിരൂപവും വ്യഞ്ചരിച്ച ഉപ്പും വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചാണ് അക്വീൻ പരീക്ഷയ്ക്ക് പോയത്. അന്ന് പ്രാർത്ഥിച്ചതും മാതാവെ 93% മാർക്ക് തന്ന് എന്നെ റിസൾട്ട് നൽകണേ എന്നാണ് പ്രാർത്ഥിച്ചത്. 92% മാർക്കാണ് പാസ് മാർക്ക്. ഒരു മാർക്ക് എക്സ്ട്രാ ചോദിച്ചു. അതുപോലെ തന്നെ ചോദിച്ചതുപോലെ തന്നെയാണ് അക്വീന് പറയുന്നത്, ഞാൻ ചോദിച്ചപ്പോൾ തന്നെ അമ്മ എനിക്ക് തന്നു. ഞാൻ പ്രാർത്ഥിച്ചത് 93%. ഇത് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്നാണ്. എൻ്റെ മെറിറ്റ് ഉണ്ടായിരുന്നെങ്കിൽ, കാരണം ഞാൻ പല പ്രാവശ്യം 3 പ്രാവശ്യം എഴുതി, എൻ്റെ മെറിറ്റിലാണ് ഞാൻ വിശ്വസിച്ചത്. പക്ഷെങ്കിൽ 5ാമത്തെ പ്രാവശ്യം എഴുതിയപ്പോൾ ഞാൻ ദൈവത്തിൻ്റെ കൃപയിൽ വിശ്വസിച്ച് കേറ്ററ്റ് എക്സാമിന് പോയി എന്നാണ്. അത് പാസ്സായതും നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്, ദൈവത്തിൻ്റെ കൃപയാലാണ് എനിക്ക് റിസൾട്ട് കിട്ടി പാസ്സാകാൻ സാധിച്ചു എന്നാണ്. പിന്നീട് ഈ മകൻ പറഞ്ഞത് സംസാരിക്കുവാനുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു, വിക്ക് പോലെ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ഈ തിരുസന്നിധിയിൽ സംസാരിച്ചപ്പോഴും ഒരു കുഴപ്പവുമില്ല. ഈ മകൻ തുടർച്ചയായിട്ട് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചിരുന്നു. തുടർച്ചയായിട്ട് നേർച്ച വസ്തുവായ തേനും തൈലവും വായിൽ വെച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി തേൻ ഉൾക്കൊള്ളുകൊണ്ടാണ് ഈ മകന് നല്ല രീതിയിൽ സംസാരിക്കാൻ സാധിക്കുന്നു എന്നാണ് മകൻ സാക്ഷ്യപ്പെടുത്തുന്നത്. വിക്ക് പോലുണ്ടായിരുന്ന ആ സംസാരിക്കാനുള്ള ബുദ്ധിമുട്ട് തടസ്സങ്ങളെല്ലാം മാറ്റി, പോരായ്മകളെല്ലാം മാറ്റിത്തന്ന ദൈവത്തിന് നന്ദി പറയുന്നു എന്നാണ് അക്വീൻ ആൻ്റണി പറയുന്നത്. വാഹനം വലിയൊരു ആഗ്രഹമായിരുന്നു. പക്ഷെങ്കിൽ ആഗ്രഹിച്ചു, നിയോഗത്തിൽ സമർപ്പിച്ചു. പക്ഷെങ്കിൽ നടക്കുമെന്ന് തോന്നിയില്ല. പക്ഷെങ്കിൽ 1 മാസം കഴിഞ്ഞപ്പോൾ തന്നെ ഇത്രയും നാളും ആഗ്രഹിക്കാത്ത സ്വന്തം അച്ഛൻ ഒരു വാഹനം വാങ്ങിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയും പെട്ടെന്ന് തന്നെ 1 മാസത്തിനുള്ളിൽ, അത് ഈ മകൻ പറയുന്നത് അമ്മ മാതാവിൻ്റെ ഒരു ഇടപെടലിലൂടെയാണ് വാഹനം വാങ്ങിക്കുവാൻ സാധിച്ചു എന്നാണ്. ഇവിടെയെല്ലാം ഈ മകന് ഉടമ്പടിയിൽ വന്നതിന് ശേഷം ഓരോ കാര്യത്തിലും ഈശോയോടും അമ്മയോടും ചേർന്ന് നിൽക്കുന്നതായിട്ടാണ്. അത് തന്നെയല്ല, കാരുണ്യ പ്രവർത്തികളും ആത്മീയ ജീവിതവും പ്രേക്ഷിത പ്രവർത്തനവും എല്ലാം സ്വന്തം അനുഗ്രഹം ലഭിച്ച അനുഗ്രഹങ്ങൾ മറച്ചു വയ്ക്കാതെ മറ്റുള്ളവരോട് പറഞ്ഞു കൊടുത്തുകൊണ്ടാണ് പ്രേക്ഷിത പ്രവർത്തനമായ കൃപാസനം പത്രം മറ്റുള്ളവർക്ക് കൊടുത്തത്. ഓരോ വീടുകൾ തോറും കയറിയിറങ്ങി അറിഞ്ഞവരെ ആഴപ്പെടുത്തുവാനും അറിയാത്തവരെ അറിയിക്കുവാനും ഈ മകൻ ശ്രമിച്ചു. എല്ലാ കിട്ടിയ കാര്യങ്ങൾക്കെല്ലാം നന്ദി പറയുവാണ്. ആത്മീയ ജീവിതത്തിലും ഒട്ടും മുടക്കാതെ എല്ലാ കാര്യത്തിലും കുർബാനയും കുമ്പസാരവും ജപമാലയും അച്ചല ധ്യാനങ്ങളും എല്ലാം നല്ല റെഗുലറായിട്ട് തന്നെ, നല്ല ഡിസിപ്ലിനായിട്ട് തന്നെ ഉടമ്പടി നിബന്ധനകളനുസരിച്ച് പാലിച്ചു. അതിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് പരിശുദ്ധ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ട് അക്വീൻ ഇന്ന് പരിശുദ്ധ അമ്മയ്ക്ക് നന്ദി പറയുകയാണ്. അമ്മയുടെ മധ്യസ്ഥതയിലൂടെ ഈശോയിൽ നിന്ന് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയാണ് നന്ദി പറയുന്നത്. വചനം നമ്മൾ സങ്കീർത്തനം കേട്ടതുപോലെ കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു, ഞങ്ങൾ സന്തോഷിക്കുന്നു എന്നാണ്. ആ സന്തോഷത്തോടെയാണ് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥയിലൂടെ ലഭിച്ച ഈ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുന്നത്. നമ്മൾക്കും അക്വീൻ ആൻ്റണിയോട് ചേർന്ന് നിന്ന് നമ്മളുടെ ഓരോ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ആ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. നമ്മുടെ ജീവിതത്തിൽ വരണ്ടുപോയ നമ്മുടെ ജീവിതം, അതായത് രോഗങ്ങളാവാം, കുടുംബ പ്രശ്നങ്ങളാവാം, ജോലിയില്ലായ്മയാവാം, കടബാധ്യതയാവാം, വീണ്ടും ഉടമ്പടിയിലൂടെ ദൈവം പുനഃസ്ഥാപിക്കുമെന്ന് നമുക്ക് പൂർണ്ണമായിട്ട് വിശ്വസിക്കാം. ഐശ്വര്യം പുനഃസ്ഥാപിക്കുന്ന ആ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതവും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അക്വീൻ ആൻ്റണിക്കും കുടുംബത്തിൽ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം.